താങ്കളെ തന്നെയാണ് ഞാൻ ആദ്യമേ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട കാര്യമില്ല. ഗൈസ് നോക്കൂ, ബിബിൻ ജോർജ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു ഡ്രസ്, ഒരു കോസ്റ്റ്യൂം പൂമ്പാറ്റകളുടെ സംസ്ഥാന സമ്മേളനമാണോ ആ ദേഹത്ത്? അതെ, പൂമ്പാറ്റകളെ തേടി നിൽക്കുന്ന കരിവണ്ട്. നുകരാനുള്ളവർക്ക് സ്വാഗതം എന്നുള്ള ബോർഡും ഉണ്ട്. കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ പറയുമ്പോഴാണ്, കോസ്റ്റ്യൂമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനമായിരിക്കും പെർഫ്യൂം. അല്ല, പെർഫ്യൂം അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണോ? ആണ്. ഷാരൂഖ് ഖാന്റെ ഒക്കെ പറയുന്ന പോലെ. ഇല്ല, അല്ല, ഷാരൂഖ് ഖാന്റെ എല്ലാരും പറയും ബ്ലെൻഡഡ്. ചോദിക്കുമ്പോ പെർഫ്യൂം, ഹി സ്മെൽസ് ഗുഡ് എന്ന് പറയും. എന്ന് പറയുന്ന പോലെ ഗേൾസിന് ഏറ്റവും കൂടുതൽ ബിപിൻ ജോർജ് അടുത്ത് വരുമ്പോൾ എത്ര കോളേജുകളിലൊക്കെ പോകുന്നതാണ്. കമന്റ് ചെയ്ത ഫീമെയിൽ ആരൊക്കെയാണ്? അത് വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ്. അവര് വരട്ടെ ഞങ്ങളടുത്ത്, അപ്പൊ മാറ്റി പറയും. ഞങ്ങള് കാണിച്ചു മണിക്കുട്ടിന്റെ മണം, ബിപിൻ ജോർജിന്റെ ഗുണം, അയ്യോ ചേട്ടന്റെ നിറം. അല്ല, ഈ അഡിക്ഷന്റെ കാര്യം ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടോ? എനിക്ക് ഡംബൽസ് ഭയങ്കര അഡിക്ഷൻ. ഡംബിൾസ് അഡിക്ഷൻ ജിമ്മിൽ പോയിട്ട് ഡംബിൾസ് ചെയ്തോണ്ടിരിക്കുമ്പോ കാണാൻ കൊള്ളാൻ പെൺപിള്ളേർ പോകുന്ന കാണാൻ എനിക്കൊരു അഡിക്ഷൻ. ഹലോ മിസ്റ്റർ, അത് ഡംബിളിനോടല്ല അഡിക്ഷൻ, പെൺപിള്ളേരോടാണ് അഡിക്ഷൻ. പിന്നെ അവരുടെ ഭർത്താക്കന്മാരെ അഡിക്ഷൻ എന്നല്ല പറയുന്നത്. പിന്നെ അവരുടെ ഭർത്താക്കന്മാരുടെ അഡിക്ഷൻ. ബക്രുചേട്ടനെ കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഭയങ്കര മാന്യൻ ടൈറ്റിലാണ്. അത് ശരിക്കും അറിയാത്തോണ്ട് തന്നെയാണ്. കറക്റ്റ്, ഇത് തന്നെയാണ് എന്നോട് എല്ലാരും പറയുന്നത്. ആരാ പറഞ്ഞ മാന്യൻ ടൈറ്റിലാണ്? പൊതുവെ ഇപ്പൊ ഞാൻ പുറത്തു പോയാലോ, അയ്യോ ബക്രു എന്നെ പാവല്ലേ, നല്ല മനുഷ്യനല്ലേ എന്ന് പറയുമ്പോ ഞാൻ വെറുതെ പറയാൻ. പിന്നെ നല്ല മനുഷ്യനാണ്. അതിന് അഡിക്ഷനും ഹ്യൂമൻ ബിഹേവിയറായിട്ട് എന്താ ബന്ധം? അയ്യോ പാവം, അയ്യോ മാന്യൻ, അയ്യോ സഹതാപം, ഇതൊന്നും നമുക്ക് എന്താന്നറിയാമോ ഏട്ടാ, ഇത് ടാഗിൽ, അതായത് പെണ്ണുങ്ങൾക്ക് മറ്റേ ശ്രീനിയേട്ടൻ ഒരു പടത്തിൽ പറയുന്നുണ്ട്, ഇഷ്ടമല്ലാത്ത ആൺപിള്ളേരെ ഒഴിവാക്കാൻ പെൺപിള്ളേർ അവരെ നല്ലവനാക്കും മാന്യനാക്കും. അതിനുവേണ്ടി എന്തോ ഇവിടെ നന്മയും തിന്മയായിട്ടുള്ള വെല്ലുവിളിയല്ല, ഇവിടെ ചെറിയ തിന്മയും വലിയ തിന്മയായിട്ടുള്ള വെല്ലുവിളിയാണ്. കറക്റ്റ് ആണ്, അത് സത്യമാണ് പറഞ്ഞത്. അതായത് എനിക്കൊരു കാര്യം വെളിപ്പെടുത്താനുണ്ട്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് അഡിക്ഷനെ പറ്റിയാണോ? അതെ, പ്രേക്ഷകരെ, നമ്മുടെ ഈ ഷോ ഇത്രയും എപ്പിസോഡുകൾ കടന്നു വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് എലീനയുടെ ഒരു വലിയ എഡിക്ഷൻ ഫീൽ ചെയ്യാൻ പോകുന്നത്. ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് പറയുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്, നമുക്കത് വേണോ അല്ലെ, നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, നമുക്കിപ്പോ ഒരു സാധനത്തിനോട് ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ? തീർച്ചയായിട്ടും. അവിടുന്ന് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇല്ല എന്നുള്ള നമ്മൾ ബോധത്തോടെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. അതൊക്കെ ഇവിടെ ഏതാ ബ്രാൻഡ് ഏതാന്ന് പറയും? ആ ലഹരിയുടെ പേരെന്ന് പറയുന്നത് റോഹിത്. റോഹിത് എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഉണ്ട്. അതുണ്ട്, തായ്ലാൻഡിൽ ഒരു പാമ്പ് കൊത്തണം, റോഹിത് ബ്രാൻഡ് ഉണ്ട്. വില കുറഞ്ഞൊരു വില കൂടിയാണെന്ന് പറഞ്ഞില്ലല്ലോ. മാഹിയിലെ മാടക്കടകളിൽ കിട്ടുമെന്ന്. ഇല്ല, മാഹിയിലെ മാടക്കടയിൽ കിട്ടില്ല. ഇത് തായ്ലാൻഡിലെ കോബ്ര വനത്തിലെ എന്റെ പൊന്നെ, ഞാൻ അവിടുന്ന് തിരിച്ചു വന്നിട്ടും ഇപ്പോഴും ഞാൻ ചപ്ലാഞ്ചി പാമ്പാണത്. അതെ, അത് മാത്രമല്ല, അടിച്ചു കഴിഞ്ഞാല് മറ്റേ പാമ്പുകളെ പോലെ തല നിവൃത്തി നിൽക്കലില്ല, എവിടെയെങ്കിലും മൂലം. മോളെ, ഈ വക ലഹരിയൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതവിടെ വിട്. ഈ പറയുന്ന കേട്ടോ തോന്നി, 3 പേര് മാന്യമാരാണ്, ഇങ്ങനത്തെ അഡിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത പോലെ. ഓ, മാന്യല്ലാത്ത ഒരാള് പറഞ്ഞു. ബിബിൻ പറയുമല്ലോ, ബിബിന്റെ അഡിക്ഷൻ എന്താന്ന് പറഞ്ഞു. എന്നാ ബിബിൻ ചേട്ടാ അങ്ങോട്ട് ഇട്ടുവിടാ. അക്രുചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഞാനാണ്. മണിക്കൂട്ടം ഇതിലും ധൈര്യം എനിക്ക് തോന്നുന്നു കേരളത്തിലെ പെണ്ണുങ്ങൾക്കാന്ന് തോന്നുന്നു. കാരണം വർഷങ്ങൾക്കൊക്കെ ബാക്കിൽ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അത്യാവശ്യം ഒരു കുപ്പി വാങ്ങാൻ വേണ്ടി ബേക്കോയുടെ ഫ്രണ്ടിൽ ക്യൂവിലെങ്ങാനും നിന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര വിപ്ലവമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ട്രെൻഡിങ് ആണ്, റീൽസ് വരെ ഉണ്ട്. മേക്കപ്പ് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോകുന്നു, വാങ്ങുന്നു, വരുന്നു. അല്ല, അവരിപ്പോ തുടങ്ങിയുള്ളൂ, നമ്മൾ ഈ റൂട്ട് വിട്ട് നമ്മൾ നേരത്തെ. അല്ല, എന്നാലും കാലഘട്ടം മാറിപ്പോയെന്ന് നോക്കണേ. എനിക്ക് പേഴ്സണലി അഡിക്ഷൻ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടിക്കുന്ന ഒരു സാധനം തന്നെയാണ്, അത് കോഫിയാണ്. കോഫിന്റെ ഒരാളാണ് ഞാൻ. കാരണം പണ്ട് തൊട്ട് കഥാപ്രസംഗം കൊണ്ട് പറയുമായിരുന്നല്ലോ, ഈ കഥാപ്രസംഗം പറയുന്ന സമയത്ത് ഉറക്കം നിൽക്കാൻ വേണ്ടിട്ട് തുടങ്ങിയ പരിപാടിയാ. ഇപ്പൊ അഡിക്ഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ മെയിൻലി എല്ലാവരുടെ മനസ്സിൽ വരുന്നത് അതായിരിക്കും, മദ്യം, മയക്കുമരുന്നിനെ കുറിച്ച്. ഈ മയക്കുമരുന്നിനോട് ഞാൻ ഇതാക്കുന്നില്ല, പക്ഷെ മദ്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് വിൽക്കുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം അറിഞ്ഞ് കുടിക്കുക, റെസ്പോൺസിബിൾ ഡ്രിങ്കർ, റെസ്പോൺസിബിൾ ആയിട്ട് ഡ്രിങ്ക് ചെയ്യുക. പേഴ്സണലി എനിക്കൊരു വലിയ വിഷമമുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ കൊച്ചു കുട്ടികൾ, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഒരു കാരണവശാലും ഉൾക്കൊള്ളാനും പറ്റില്ല. അത് വളരെ ഗുരുതരമായ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾ അത്തരത്തിലുള്ള ഒരു അഡിക്ഷനിലേക്ക് പോകരുതെന്ന് തന്നെയാണ് ഒരു ഏട്ടന്റെ ഒരു അഭ്യർത്ഥന.